ഐറ്റം ഇങ്ങോട്ട് എടുക്കാമെന്ന പ്രതീക്ഷയിലായി എറിഞ്ഞത്. വാഴ വെക്കുമ്പോഴുള്ള പ്രതീക്ഷ അതായിരുന്നു, നെല്ലു പാകുമ്പോഴുള്ള പ്രതീക്ഷ അതായിരുന്നു. പക്ഷേ എന്തു ചെയ്യാനാ? ഇന്നാല മുഹറമൂൻ, നമ്മൾ ഇന്ന് കടബാധിതരാണ്. നമ്മുടെ കൃഷിയൊക്കെ നശിച്ചുപോയി. നമ്മുടെ കൃഷിയെല്ലാം നശിച്ചുപോയി. അടക്ക നശിച്ചുപോയി, തേങ്ങ നശിച്ചുപോയി. ഇതൊക്കെ അള്ളാഹുവാണ് തരുന്നത്. എല്ലാവരുടെ കൃഷിയും അള്ളാഹു എല്ലാവരുടെ തോട്ടങ്ങളിലും സമൃദ്ധി നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതൊക്കെയും നശിപ്പിക്കുന്നത് അള്ളാഹുവാ. എല്ലാം തരുന്നതും നശിപ്പിക്കുന്നതും അള്ളാഹുവാണ്. എല്ലാം അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹ് പറയുന്നു, ഞാനെങ്ങാനും കരുതിയാൽ അതൊരു തീക്കാറ്റടിപ്പിച്ച് നശിപ്പിച്ച് കളയാം. ഞാൻ കരുതിയാൽ ശക്തമായ ക്ഷാമം നൽകിയിട്ട് ഉണക്കിക്കളയാം. വെള്ളമില്ലാതെ അങ്ങനെ അങ്ങോട്ട് പഠിപ്പിച്ചാ നിങ്ങളൊക്കെ പറയും, ഇന്നാല മുഹറമൂൻ, നമ്മൾ കടബാധിതരാൻ. ബൽ നഹ്നു മഹ്റൂമൂൻ, അല്ല അഹ്മദ് കുട്ടിയെ മുടക്ക് മുതൽ പോലും കിട്ടിയില്ല എന്ന് കൂട്ടുകാരനോട് പറയേണ്ടി വരും. ബൽ നഹ്നു മഹ്റൂമൂൻ, അല്ല നമുക്ക് മുടക്ക് മുതൽ പോലും കിട്ടിയില്ലെന്ന് പറയേണ്ടി വരും. നിങ്ങൾ പാഠലാഭം തടയപ്പെട്ട ഒരു വിഭാഗം എന്ന് പറഞ്ഞ് നിങ്ങൾ ഖേദിക്കേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. ഇതുകൊണ്ടാണ് ഇമാം ഹലീമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, കൃഷി ചെയ്യുന്ന സമയത്ത് ഒരാൾ ഈ ആയത്തുകൾ ഓതുകയാണെങ്കിൽ, വിത്തുപാകുന്ന സമയത്ത്, വിത്തിടുന്ന സമയത്ത് ഈ ആയത്തുകൾ ഓതിയാൽ അതിനൊരു നാശവും വരില്ലെന്ന് ഇമാം ഹലീമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് കാണാം. യുസ്തഹബ്ബു ലികുല്ലി മൻ അൽഖാ ഫിൽ അർളി ബദ്റാ, ഭൂമിയിൽ വിത്തുപാകുന്ന എല്ലാവർക്കും സുന്നത്താണ് അൻ യഖറഅ, അവനോദൽ ബഅദൽ ഇസ്തിആദ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അഊദു ബിസ്മി ഓതിയതിന്റെ ശേഷം അവനോതുക, അഫറഅയ്തും മാ തഹ്റുസൂൻ അൻതും തസ്റഊനഹു അം നഹ്നുസ് സാരിഊൻ ലൗ നശാഉ ലജഅൽനാഹു ഹുതാമാ ഇൻ ഫളൽതും തഫക്കഹൂൻ ഇന്നാ ലമുഗ്റമൂൻ ബൽ നഹ്നു മഹ്റൂമൂൻ എന്ന് പറഞ്ഞാൽ അതവന്റെ കൃഷിക്ക് സംരക്ഷണമാണ്. പുഴുവേൽക്കില്ല, മറ്റു അപകടങ്ങൾ ഉണ്ടാവില്ല എന്നൊക്കെ ഇമാം ഹലീമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് കാണാം. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം അള്ളാഹുവിന് സമർപ്പിക്കേണ്ടവരാണെന്നാണ് ഈ പറഞ്ഞതിന്റെ ഒക്കെ അർത്ഥം. അള്ളാഹുവിനെ ഏൽപ്പിക്കണം കാര്യങ്ങളൊക്കെ, എല്ലാ കാര്യങ്ങളും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ പോവുകയാണ്. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അടുത്ത ചോദ്യം. അപ്പൊ ആദ്യം നിങ്ങൾ ഉണ്ടാക്കിയത് നമ്മളാണ്, മരിപ്പിക്കുന്നത് നമ്മളാണ്. മരിപ്പിക്കലടക്കട്ടെ, ഉണ്ടാക്കിയത് നമ്മളാണ്, വെള്ളം തന്നത്, ഭക്ഷണം തരുന്നത് നമ്മളാണ് എന്നായി. ഇപ്പൊ കൃഷിയുടെ കാര്യം പറഞ്ഞപ്പോ ഇനി വെള്ളം. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളം തരുന്നത് നമ്മളാണ്. നിങ്ങൾ കുടിക്കുന്ന വെള്ളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടോ, അവിടെ അള്ളാഹു പറഞ്ഞു കുടിക്കുന്നത് നിങ്ങളാണ്. ഞാൻ തരുന്നു, നിങ്ങൾ കുടിക്കുന്നു. പക്ഷേ എന്റെ ചോദ്യം, നിങ്ങൾ കുടിക്കുന്ന വെള്ളം അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, ഞാൻ ഇറക്കിത്തന്ന വെള്ളം ദുഷിപ്പിക്കാനും ഞാൻ ഇറക്കിത്തന്ന വെള്ളം ചപ്പാനുമല്ലാതെ, അത് കുടിക്കാനുമല്ലാതെ നിങ്ങൾക്ക് എന്തിനാ കഴിയുക? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘപ്പാളികളിൽ നിന്ന് ആ വെള്ളം ഇറക്കിയത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നമ്മളാണോ? അള്ളാഹു ചോദിക്കുക, മഴയായി ഭൂമിയിലേക്ക് അത് വർഷിപ്പിച്ചു തന്നതാരാ? കൃത്രിമ മഴ പെയ്യിപ്പിക്കാറുണ്ട്, അതിനൊന്നും ഒരു അഡ്രസ്സും ഇല്ല കേട്ടോ. കൃത്രിമമായ പെയ്യിപ്പിക്കാനാ ഭൂമിയിൽ നിന്ന് തന്നെയാണ് അത് ശേഖരിക്കുന്നത്. ചിന്തിക്കണം. മാത്രമല്ല അത് തൽക്കാലം ഇപ്പറഞ്ഞ ഫലങ്ങളൊന്നുമില്ല. തൽക്കാലം ഒരു മഴപ്പാറ്റിൽ നെറുവിലിങ്ങനെ പോയിട്ട് ഇങ്ങനെ പാറ്റിത്തരുന്ന പരിപാടിയാണ്. ഇതാ കൃത്രിമ മഴ. അപ്പൊ അതുകൊണ്ടൊന്നും സംഗതി നടക്കില്ല. ഭൂമിയിൽ സമൃദ്ധി വേണോ? അള്ളാഹു വെള്ളം തന്നോളണം, മഴ കിട്ടിക്കൊള്ളണം. മഴ ആവശ്യത്തിന് മഴ കിട്ടിക്കൊള്ളണം. അതും ആവശ്യത്തിലധികമാകുമ്പോൾ അതും അപകടമാകും. എല്ലാം ഒരു ഖദറിലാണ് നമ്മൾ നിയന്ത്രിക്കുന്നത് എന്ന് അള്ളാഹു പറഞ്ഞു. എല്ലാറ്റിനും ഒരു കണക്കുണ്ട്. അവിടെ എത്തുമ്പോൾ അതിന് നിയന്ത്രണം ഏർപ്പെടുത്തും എന്ന് റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അപ്പൊ അള്ളാഹുവാണ് വെള്ളം തരുന്നത്, വേറൊരാൾക്കും കഴിയില്ല. എപ്പോഴാ മഴ പെയ്യാന്ന് പ്രവചിക്കുന്നത് പോലും തെറ്റിപ്പോവാണ് അല്ലേ? 2-2.5 മാസം മുമ്പ് നല്ല മഴ പെയ്ത സമയത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, എനിക്ക് ഏറ്റവും കൂടുതൽ തമാശ തോന്നിയ ഒരു റിപ്പോർട്ടായിരുന്നു അത്. പത്രത്തിലൊരു റിപ്പോർട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ നിരീക്ഷകർ, ഞാൻ ജോലി ചെയ്യുന്ന കുറ്റിക്കാട്ടൂർ IMIC അവിടെയൊക്കെ സ്ഥാപനത്തിന് അവധിയാക്കി. കാരണം ചുറ്റുഭാഗം വെള്ളം മൂടിയിട്ട് അവധിയാക്കി പോരാണ്.
എല്ലായിടത്തും. കൊടുവള്ളിയിലൊക്കെ ബസ് പകുതി വെള്ളത്തിൽ മൂടിക്കിടക്കുന്ന രംഗം നമ്മൾ കണ്ടു. പകുതി ബസ് വെള്ളത്തിൽ മൂടിക്കിടക്കുന്ന രംഗം കണ്ടു. പത്രത്തിൽ നമ്മൾ കണ്ടു ചിത്രങ്ങൾ. അതുപോലെ എല്ലാ ഭാഗങ്ങളിലും ടൗണുകളിലൊക്കെ എല്ലായിടത്തും ബ്ലോക്കായി. അങ്ങനെ വെള്ളം കയറിയൊരു ഘട്ടമുണ്ടായിരുന്നു 2-3 മാസം മുമ്പ്. അന്ന് സ്ഥാപനമൊക്കെ ലീവാക്കി പോരുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ കൊടുത്ത ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇനി 48 മണിക്കൂർ, 24 അല്ല 2 ദിവസം, 48 മണിക്കൂർ തോരാത്ത മഴയാണെന്ന് പറഞ്ഞു. തോരാത്ത മഴയാണ് 48 മണിക്കൂറേ. ഇപ്പൊ തന്നെ വെള്ളം ആകെ മൂടിക്കുക. ഇനി എങ്ങാനും 48 മണിക്കൂർ മഴ പെയ്താൽ, ഞാൻ അന്ന് ചിന്തിച്ചു, പഠിച്ചോനെ ഈ മഴ എങ്ങാനും പെയ്താൽ, കാരണം നിഗമനം അവർ പറയുന്നത് ലക്ഷണങ്ങൾ നോക്കി നിഗമനം പറയുകയാണല്ലോ, അപ്പൊ സംഭവിക്കാലോ, സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ആകെ മൂട്, നമ്മുടെ നാട് മൊത്തം തൂഫാനിലാവും, യാതൊരു സംശയവുമില്ല പിന്നെ മഴ പെയ്താൽ. പക്ഷേ അള്ളാഹ് തൗഫീഖ് ചെയ്തിട്ട് ഇബൽ എപ്പോഴാണോ ഈ റിപ്പോർട്ട് പുറത്തു വിട്ടത് അന്ന് മുതൽ 48 മണിക്കൂർ ഒരു തുള്ളി മഴയും പെയ്തില്ല. അതാണ് ഇതിന്റെ കണ്ടീഷൻ. ഒറ്റ തുള്ളി മഴ ഒന്ന് പാറ്റുക പോലും ചെയ്തില്ല 48 മണിക്കൂർ. അത് കഴിഞ്ഞതിന് ശേഷം പെയ്തു. കാരണം ആദ്യത്തത് ഇറങ്ങണം, അള്ളാഹുവിന്റെ തീരുമാനം അതാണ്. അല്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമാണ്. ആദ്യത്തത് ഇറങ്ങിയിട്ടേ രണ്ടാമത് തരാൻ പറ്റുള്ളൂ. അള്ളാഹു ഒരു ഖദർ കണ്ടിട്ട് ആ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് ബോധ്യപ്പെടുന്ന സ്ഥലമാണത്. മനുഷ്യൻ വഷളാകുന്ന ഘട്ടങ്ങളാണത്. എന്ന് പറഞ്ഞാൽ നിഗമനങ്ങൾ പറഞ്ഞുകൂടാന്നോ, പറഞ്ഞാൽ ഒക്കൂലാന്നൊന്നുമല്ല പറഞ്ഞത്, ഒക്കണം നിർബന്ധമല്ല. അതിന്റെ വ്യക്തമായ തെളിവാണത്. അള്ളാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇനി ആ വെള്ളം ഞാൻ ഇറക്കി തന്നു എന്ന് വെക്കുക, വെള്ളം ഇറക്കി തന്നു എന്ന് വെക്കുക. എന്തേ കടലിൽ നിന്ന് പൊങ്ങിപ്പോകുന്ന നീരാവി വരുമ്പോ എന്തേ ആ വെള്ളത്തിന് ഉപ്പുരുചിയില്ലാത്തത്? അള്ളാഹ് ചോദിക്കാൻ.